നമസ്കാരം. നിങ്ങൾ കഴിഞ്ഞ ദിവസം തെറി വിളിച്ചവർ പറഞ്ഞത് ചിന്ത ചേച്ചി പറഞ്ഞ പോലുള്ള കുട്ടികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിനൊരു സംശയവുമില്ല. പക്ഷേങ്കിൽ അല്ലാത്ത കുറേ പേരൻസ് ഉണ്ട്, പിള്ളേരെ കഷ്ടപ്പെട്ട് അവർ എനിക്ക് പറ്റിയതുപോലെ പറ്റിയതെന്ന് വിചാരിക്കുന്നവരും അല്ലെങ്കിൽ നല്ല ജോലി മേടിക്കണം വിചാരിക്കുന്നതും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് എന്നെപ്പോലെ. മനസ്സിലായോ? അവർക്കിത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു പാർട്ടിയിലെയും അംഗമല്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതേ കാര്യം UDF BJP സർക്കാരോ ആണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ ഈ നിലയായിരിക്കുമോ? നിങ്ങൾ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേനമോ ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേനമോ? ഇത് BJP സർക്കാരിൻ്റെ കാലത്ത് BJP-കാരോ അല്ലെങ്കിൽ UDF ആണ് ഈ പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പ്രായമായി പൊടിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്നവനൊക്കെയാണ് വന്ന് ഘോരം പ്രസംഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഈ നാടിൻ്റെ ഒരു അവസ്ഥ. 18 വയസ്സിൽ, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി 18 വയസ്സിലൊരു പെൺകുട്ടി, അന്യ നാട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പാഞ്ഞ് ഒരു പണിയുമില്ലാതെ വന്നതാണ്. കഷ്ടം, മാല വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന പാവം പെൺകുട്ടി. നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. എൻ്റെ മോനൊക്കെ പഠിക്കുന്ന കോളേജിൽ 2:45 വരെയാണ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് അവരുടെ പാർട്ട് ടൈം ജോലിക്ക് പോകേണ്ടവർക്ക് പോകാം എന്നതുകൊണ്ടാണ് ആ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. എൻ്റെ മകൻ വന്ന് പറഞ്ഞു എനിക്കും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം? എനിക്കും പൈസ വേണം, അതായത് എനിക്ക് അത്യാവശ്യത്തിന് ടൂർ പോകാനൊക്കെ വരുമ്പോൾ അത് പൈസ വേണം. നിനക്ക് ജോലിക്ക് പോകണം, നിനക്ക് പൈസ കിട്ടിയാൽ പോരെ? ജോലിക്ക് പോകണം നിർബന്ധമുണ്ടോ? കാരണം ചങ്ങനാശ്ശേരി വരെ പോയിട്ട് 2:45-ന് 3 മണിക്ക് ഒരിടത്ത് ഡ്യൂട്ടിക്ക് കയറിയാൽ 7 മണി വരെയെങ്കിലും നിൽക്കണം. 7 മണി വരെ നിന്നിട്ട് അവൻ വീട്ടിൽ വരുമ്പോൾ 9 മണിയെങ്കിലും ആകും. ആ സമയത്ത് ഇങ്ങോട്ട് ബസ് പോലും ഇല്ല. അപ്പോൾ ഇവനെ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, പൈസ അല്ലേ വേണ്ടുള്ളൂ, നിനക്ക് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം, അതല്ലേ നിനക്ക് വേണ്ടൂ. റബ്ബർ കിടപ്പുണ്ട്, 10-60 റബ്ബർ താഴെ നിനക്ക് വെട്ടാൻ പാകത്തിന് കിടപ്പുണ്ട്. നീ പോയി വെട്ടിക്കോ. നീ അതിൻ്റെ ഒട്ടുപാലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നീ അതെടുത്തു. അപ്പോൾ വെട്ടാൻ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു, അവനെ കൊണ്ട് വെട്ടാൻ അവന് പഠിച്ചു. അവൻ എൻ്റെ അടുത്ത് പോയി 2 ദിവസം അവന് റബ്ബർ വെട്ടാൻ പഠിച്ചു. വെട്ടിയിട്ട് അവൻ ഏകദേശം 2 മാസത്തോളം റബ്ബർ അവൻ തന്നെ വൈകുന്നേരം വെട്ടി വെക്കും. ഞാൻ പറഞ്ഞു രാവിലെ സമയമില്ല, വൈകുന്നേരം വെട്ടി വെച്ചു. അപ്പോൾ രാവിലെയോ അല്ലെ പിറ്റേ ദിവസം ഒരു ദിവസം വെട്ടണ്ട, അങ്ങനെ നീ ചെയ്യേ, ഒന്നിടവിട്ട് വെട്ടിയാൽ മതി. അപ്പോൾ അവന് അങ്ങനെ 2-3 മാസത്തോളം അവന് റബ്ബർ വെട്ടി. പക്ഷേ അവന് പഠിക്കാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് അവനെ നിർത്തി. അപ്പോൾ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്ന അന്ന് തന്നെ അവൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളും ജോലിക്ക് ചേർന്നവരുണ്ട്, ഇപ്പോഴും ജോലി ചെയ്യുന്നവരുമുണ്ട് അവരുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. അപ്പോൾ അവർക്ക് വീട്ടിലോട്ട് പോകാൻ സൗകര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളും അതുപോലെ തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവളുടെ ആവശ്യത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അല്ലാതെ ഇത് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല. കണ്ണു തുറന്നൊന്ന് കാണണം ചുറ്റും നടക്കുന്ന എന്താണ്. അല്ലാതെ ഇതുപോലെ ഓരോരുത്തർ വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിനകത്ത് വിമർശിക്കാൻ വേണ്ടി മാത്രം മരിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യരോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായോ? എല്ലാ കുട്ടികളും നമ്മുടെ നാട്ടിൽ ഈ പൈസ കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളുമുണ്ട്, ഇതുകൊണ്ട് മോശം കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന കുട്ടികളുമുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ പേരൻസ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാം പേരൻസിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. പേരൻസ് രാവിലെ ഇറക്കി വിടുവാണ്, നീ MDMA അടിച്ചോളാം, അല്ലെങ്കിൽ നീ അവനെ പോയി വെട്ടിയിട്ട് വാടാ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങളൊക്കെ ഓരോരുത്തർ നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ഈ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ചോദിക്കുവാണ്. എല്ലാം പേരൻസിൻ്റെ തലയിലാണ്. നല്ലത് വന്ന എല്ലാം സ്കൂളുകൾക്കും അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനുമാണ്. ഈ നല്ലതിന് കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പേരൻസ് അവരെ വളർത്തുന്നത്. അല്ല ഒരാളും എൻ്റെ മകൻ നശിച്ചു പോകണമെന്ന് വിചാരിച്ച് വളർത്തുന്ന കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ചിന്തിച്ച് പറഞ്ഞ ഐറ്റമല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. മനസ്സിലായോ? അച്ഛനില്ലാത്ത നേരത്തെ മുന്നിൽ ഘോരം വലിയ ഒരു ജാഥയൊക്കെ നടത്തില്ലോ, അങ്ങനെയുള്ള കുട്ടികളെ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇത് പാർട്ടി സംബന്ധിച്ചുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന് ഞാൻ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പം അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രതിരോധിക്കുന്നത്. എനിക്കും ഇഷ്ടമാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ. പക്ഷേ അദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് എത്ര ഘോരം നിങ്ങൾ വന്ന് ശരിയാണെന്ന് പറഞ്ഞാലും എനിക്ക്. അതേപോലെ തന്നെ ഈ വിദേശത്തൊക്കെ പോകുന്നവരെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെറി പറയുമ്പോൾ ഒരു സ്ത്രീക്കെതിരെയാണ് നിങ്ങൾ തെറി പറയുന്നതെന്ന് ഓർക്കണം. അതിൻ്റെതായ ഞാനൊരു കേസ് കൊടുത്താൽ നീയൊന്നും പിന്നെ ആയുഷ്കാലം തിരിച്ച് ഗൾഫിലേക്ക് പോവില്ല. ഇനി നീയൊക്കെ ഗൾഫിൽ പോയാൽ തിരിച്ച് ഇവിടെ കിടന്ന ഈ ശിവൻകുട്ടി സഖാവ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന ഈ പറഞ്ഞ പോലെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ തീരുമാനിക്കണം. അതിൽ ഭയങ്കരമായിട്ട് തമാശയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ആ പയ്യനോട് ചോദിച്ചത്, ഗൾഫിൽ ജോലി ചെയ്യുന്ന അവനോട് ഞാൻ ചോദിച്ചു,
ചാറ്റ് ചെയ്തപ്പോൾ ചോദിച്ചത്, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നീ ഈ പറഞ്ഞ ജയശങ്കർ ഒക്കെ വിചാരിക്കട്ടെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ട് തിരിച്ചു വരണമെങ്കിൽ അയാൾ എന്തോ ഉണ്ടാക്കാനാണ്. അതായത് അവനറിയാവുന്ന ജയശങ്കർ ഇവിടെ നമ്മുടെ ചാനലിൽ നിന്ന് ചർച്ച ചെയ്യുന്ന അഡ്വക്കേറ്റ് ജയശങ്കറാണ്. മനസ്സിലായോ? അല്ലാതെ വിദേശകാര്യ മന്ത്രിയായിട്ടൊരു ജയശങ്കർ ഇരിക്കുന്ന കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. അതാണ് കുട്ടികളുടെ വിവരം. മനസ്സിലായോ? അവർക്ക് ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു. ഗൾഫിൽ എങ്ങനെയോ എത്തിപ്പെട്ടി, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിദേശകാര്യമന്ത്രി, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കുറച്ച് ഇറാഖിൽ കുറച്ച് നേഴ്സുമാർ ഈ പറഞ്ഞ പെട്ടുപോയത്. അവരെ എങ്ങനെയാണ് നാട്ടിലെത്തിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, എനിക്കൊരു പരാതി കൊടുത്തിട്ടാം, എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് പരാതി കൊടുത്തിട്ടാം. എന്നെ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ വന്ന് എന്നോട് മോശമായിട്ട് വരുന്നത് സ്ത്രീ എന്ന നിലയിൽ അവർ ആ കേസ് എടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ഊരാതെ പിന്നെ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഗൾഫിലൊക്കെ ഇരിക്കുന്നവർക്കുടെ വിചാരം അവരവിടെ സേഫായിട്ടിരിക്കുകയാണ്. അവരൊരു ചുക്കും ചെയ്യാനില്ല എന്നൊക്കെയാണ് അവരുടെ വിചാരം. കാരണം ഞാൻ പലരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം യുണൈറ്റഡ് അറബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കാണുന്നത്, കുവൈറ്റ്, ഖത്തർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ ആനപ്പുറത്തിരിക്കുകയാണ്. മനസ്സിലായോ? ആനപ്പുറത്തിരിക്കുമ്പം നമുക്ക് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അവരുടെ വിചാരം. പക്ഷേ അവർ വിചാരം തെറ്റാണ്. കുറച്ചൊക്കെ ലോകം കാണണം, കുറച്ചൊക്കെ അത്യാവശ്യമെങ്കിലും മനുഷ്യന് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം പലരും കേസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? തെറി പറയാൻ വരുന്നവരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ എന്നെപ്പോലൊരു അമ്മയാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്ന രീതിയിലാണ് അവരെ വളർത്തുന്നത്. അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇതുപോലെ അവിടെ ഇവിടെയും പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണം എന്നല്ല ഞാൻ കരുതുന്നത്. ഓക്കെ, അവർ ഈ പറഞ്ഞ വിവേകത്തോടു കൂടി ഒരു 10-26 വയസ്സൊക്കെ ആകുമ്പം അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടി അവർ സെറ്റായി വന്ന് അവർ ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവന്നാൽ നമുക്ക് സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അവരുടെ ഭാഗത്തൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, അവരുടെ പേരൻസും സമ്മതിച്ചെങ്കിൽ മാത്രം. അല്ലാതെ ഞാനിന് സമ്മതിക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇത് ഇത്രയും കൂടെ പറഞ്ഞില്ലെങ്കിൽ എനിക്കത് പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ഇത്രയും കൂടെ പറഞ്ഞത്. അത്യാവശ്യം പത്രങ്ങളൊക്കെ വായിച്ച് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടായിട്ട് വേണം ഈ പറഞ്ഞ പോലെ വിദേശത്തൊക്കെ ഇരുന്ന് ഇതുപോലുള്ള വളിപ്പടിക്കാൻ. ഓക്കെ.